ആയിട്ട് ഏറ്റതാണ്. നമ്മൾ വേഗം എത്തി. ഓ ശരി രാജാവ്. എടാ ജോണി, ഞാൻ കൈവിട്ട് സ്കൂട്ടർ ഓടിക്കാം. നീ പിറകിലിരുന്ന് വീഡിയോ എടുക്ക്. നമുക്ക് ടിക്ടോക്കിൽ ഇടാം. അയ്യോ മുന്നിൽ വണ്ടി വരുന്നതാ. പാടി പാടി. ദൈവമേ, കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചു ആവും. മക്കളെ, ഹാവ് രക്ഷപ്പെട്ടു. വീടത് കട്ടറിലായതുകൊണ്ട് സേഫ് ലാൻഡിംഗ് ആയിരുന്നു. ഈ കുഴിയിലെ വെള്ളത്തിൽ മുങ്ങിച്ചാകാഞ്ഞത് ഭാഗ്യം. സോനു നീ എണ്ണേക്ക്, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ചത്തില്ലേ? ഹൗ ഓ രക്ഷപ്പെട്ടു. പോരാത്തതിന്റെ വീഡിയോയും ഉണ്ട്. ടിക്ടോക്കിൽ ഇട്ടാലേ നല്ല ഞാൻ റീച്ച് ആയിരിക്കും. മക്കളെ, നിങ്ങൾക്ക് ആരാണ് സ്കൂട്ടർ ഓടിക്കാൻ തന്നത്? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. എടാ ജോണി, പണി പാളി. പോലീസ് നമ്മളെ ജയിലടക്കിയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? എന്താണ് രണ്ടുപേരും രഹസ്യം പറയുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു സാറേ, ഞങ്ങളെ ജയിലിൽ അടക്കല്ലേ. എന്താണ് രണ്ടുപേരുടെയും പേര്? എന്റെ പേര് സോനു എന്നാ സാറേ. എന്റെ പേര് ജോ പോപ്സ് എന്നാണ് സാറേ. ചുമ്മാതാണ് സാറേ. ഇവന്റെ പേര് ജോണിക്കുട്ടി എന്നാ. ഇവൻ ചുമ്മാ ഗുമ്മിന് ഫ്രീക്ക് പേരൊക്കെ പറയുന്ന സാറേ. വേഗം രണ്ടുപേരും അഡ്രസ്സും ഫോൺ നമ്പറും പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വിളിക്കണം. അയ്യോ സാറേ പറയല്ലേ, മമ്മി അറിഞ്ഞാൽ ഞങ്ങളെ തല്ലിക്കൊല്ലും. അതെ, മമ്മി തല്ലിക്കൊന്നാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല സാർ. അപ്പോൾ രണ്ടുപേര് വീട്ടുകാർ അറിയാതെയാണ് വണ്ടി എടുത്ത് കറങ്ങാൻ ഇറങ്ങിയതല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപകടം പറ്റിയത്. ഹേ അല്ല സാർ, ഞങ്ങൾ നന്നായി സ്കൂട്ടർ ഓടിക്കും. ഇത് സോനോയുടെ ടിക്ടോക്ക് ചലഞ്ചിൽ സംഭവിച്ചതാണ്. എടാ ജോണി, നീ എന്നെ തൂക്കിക്കൊല്ലാൻ വിളിക്കൂടെ? അപ്പോൾ അങ്ങനെ വരട്ടെ. അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകട കാരണം. ഹേ വളരെ ശ്രദ്ധിച്ചാണ് വീണം. ഏതായാലും രണ്ടുപേരും ഇവിടെ ഇരിക്കേ. ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിക്കട്ടെ. നിങ്ങളുടെ മമ്മി വന്നിട്ട് നിങ്ങളെ വിടാം. കർത്താവേ, കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ. സ്കൂട്ടറും എടുത്ത് എവിടെ പോയതാണോ രണ്ടുപേരും? വണ്ടി എടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയാറുള്ളതാ. ഹലോ ഹലോ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ മക്കളല്ലേ ജോണിയും സോനുവും? അവർ രണ്ടുപേരും ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. നിങ്ങൾ വളരെ വേഗം നിങ്ങളുടെ ഇവിടെ വരണം. അത്യാവശ്യം. ശരി സാർ, ഞാൻ വേഗം വരുന്നു. കുഞ്ഞുങ്ങളെ നോക്കണേ. മക്കളെ, നിങ്ങൾ മമ്മി പറഞ്ഞതനുസരിക്കാതെയാണ് സ്കൂട്ടർ എടുത്തത് അല്ലേ? അതെ സാർ, ഞങ്ങൾ മമ്മി അനുസരിച്ചില്ല. നമ്മുടെ മാതാപിതാക്കന്മാർ അരുത് എന്ന് നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമ്മെ ദ്രോഹിക്കാനല്ല, നമ്മൾ സുരക്ഷിതരായിരിക്കാനാണെന്ന് ഇപ്പോൾ ബോധ്യമായോ നിങ്ങൾക്ക്? ഇനി ഞങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ചോളാം സാറേ. മാതാപിതാക്കളെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നാം പാലിക്കേണ്ട സുരക്ഷാ നിയമങ്ങളും നാം പാലിക്കണം. അല്ലെങ്കിൽ അപകടങ്ങൾ ചതിക്കുഴിയായി പതിയിരിപ്പോട്ട് മറക്കരുത്. ആ ചതിക്കുഴി ഞങ്ങൾക്ക് റോഡിലെ കുഴിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് സാറേ. ഇനി ഞങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ജീവിക്കൂ. വളരെ നല്ല തീരുമാനം. ഇതെന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ തന്ത്രമാണോ? ഒരിക്കലും അല്ല സാർ. ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റ് ബോധ്യപ്പെടുത്തി തന്നതിന് വളരെ നന്ദി. സാർ ക്ഷമിക്കണം, കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. കുട്ടികൾക്ക് അവരുടെ തെറ്റ് ബോധ്യമായി. ഇനി നിങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. റിയലി സോറി മമ്മി. ഞങ്ങൾ ഇനി അനുസരണക്കേട് കാട്ടി നടക്കുകയില്ല, നിയമങ്ങൾ തെറ്റിക്കുകയില്ല. താങ്ക് യു പോലീസ് അങ്കിൾ. ശരി മക്കളെ, ഇനി ഇത്തരം കുസൃതികളൊന്നും കാട്ടരുത്. തൽക്കാലം ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. രണ്ടാളും വാ, നമുക്ക് വീട്ടിൽ പോകാം. എന്നാ മമ്മി പോക്കോ, ഞങ്ങൾ പുറകെ വരാം. ആ, അപ്പോ നിങ്ങൾ ഇനിയും കുസൃതികൾ കാട്ടാനുള്ള പുറപ്പാടാണോ? അയ്യോ, ഞങ്ങൾ ഇനി കുസൃതി കാട്ടാനല്ല, കുസൃതി മാറ്റാൻ പോവുകയാണ്. അതെ, അപ്പുറത്ത് ചിൽഡ്രൻ ഫസ്റ്റ് നടക്കുന്നുണ്ട്. സമയം കളയാൻ തീരെ മുമ്പേ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. വളരെ നല്ല തീരുമാനം. എന്തായാലും ചിൽഡ്രൻ ഫെസ്റ്റ് നിങ്ങളുടെ അവധിക്കാലം ആനന്ദകരമാക്കും. ഒപ്പം നിങ്ങളെ അനുസരണയുള്ള കുട്ടികളുമാക്കും. അത് തീർച്ചയായും.